രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ രേഖാമൂലം മറുപടി നൽകി പ്രതിഭാഗം. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് വിശദീകരണം നൽകിയത്. കോടതിയിൽ രണ്ടാം ബലാത്സംഗ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അപേക്ഷ എസ്ഐറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ അതിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രേഖാമൂലം അദ്ദേഹം വിശദീകരണം നൽകിയത്. രണ്ടാം ബലാത്സംഗ കേസുമായിട്ട് ബന്ധപ്പെട്ടതിൽ 5ാം വ്യവസ്ഥ ലംഘിച്ചു എന്നായിരുന്നു എസ്ഐറ്റി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടാം ബലാത്സംഗ കേസിൽ കോടതിയെ അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ ഈ അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചത് ഈ പറയുന്ന അതിജീവിതയെ കടുത്ത മാനസിക വെല്ലുവിളി ഉണ്ടാക്കുകയും അവർക്ക് ഭയപ്പാടുണ്ടാക്കുകയും ചെയ്തു എന്ന് കാട്ടിയായിരുന്നു എസ്ഐറ്റി കോടതിയിൽ അപേക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് കൂടി എസ്ഐറ്റി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു വിശദീകരണം നൽകാൻ സമയം ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാദം കോടതി അവസാനിപ്പിച്ച. ആ വാദത്തിന്മേലാണ് ഇന്ന് നിലവിൽ കോടതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രതിഭാഗം നിലവിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം കേസിലാണ് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇപ്പോൾ പ്രതിഭാഗം രേഖാമൂലം മറുപടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.